നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് എല്ലാവരും വളരെ പ്രതീക്ഷയിലാണ്. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമ്മുടെ ടീമിൻ്റെ ഒരു പുരോഗതിയിൽ ഫാൻസ് എല്ലാവരും അത്യാവശ്യം കുറച്ച് സമാധാനത്തിലാണ്, സന്തോഷത്തിലാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 3 ഗെയിംസ് കാരിക്കിൻ്റെ അണ്ടറിൽ നമ്മൾ വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇനി അങ്ങോട്ടേക്കുള്ള കുറച്ച് സ്ട്രെച്ച് ഓഫ് ഗെയിംസും കൂടെ ഉണ്ട് നമുക്ക്. അപ്പം ആ ഗെയിംസിൻ്റെ അകത്തൊക്കെ ഒരു 75 or 80% ഓഫ് ദി ഗെയിംസ് നമുക്ക് വിജയിക്കാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും ചാമ്പ്യൻസ് ലീഗ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ളൊരു മെയിൻ ഘടകമാണ് നമ്മുടെ സ്ട്രൈക്കർ സെസ്കോ നമുക്ക് വേണ്ടിയിട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് പ്രത്യേകിച്ച് ആംബ്രം പോയി കഴിഞ്ഞതിന് ശേഷം കാരിക്കിൻ്റെ അണ്ടറിലും പിന്നെ അതിന് മുമ്പ് ഫ്ലെച്ചറിൻ്റെ അണ്ടറിലൊക്കെ ആണെങ്കിലും ഗോൾസ് സ്കോർ ചെയ്തിട്ട് നിൽക്കുവാണ്. അപ്പം ഈ ഒരു ടൈമിൽ ഒരു ഡിസ്കഷൻ പോയിന്റ് എൻ്റെ മനസ്സിൽ വന്നു. അപ്പം അതാണ് സെസ്കോ ഓർ ഹോയ്ലൻഡ്, ആരാണ് നമുക്ക് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളൊരു ചിന്താഗതിയാണ് എൻ്റെ മനസ്സിൽ വന്നത്. സോ അത് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ വീഡിയോയ്ക്ക് എല്ലാവരും, നിങ്ങൾ ഈ കാണുന്ന എല്ലാവരും ഒരു ലൈക്ക് തരണമെന്ന് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് തരുവാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദ ഷോ. റാസ്മസ് ഹോയ്ലൻഡ് കഴിഞ്ഞ സീസണിൽ പ്രീമിയർ ലീഗിൽ സ്കോർ ചെയ്തിരിക്കുന്ന ഗോൾസ് മറികടന്നിരിക്കുകയാണ് ബെഞ്ചമിൻ സെസ്കോ ഈ സീസണിൽ. സോ റാസ്മസ് ഹോയ്ലൻഡ് കഴിഞ്ഞ സീസണിൽ എന്ന് പറഞ്ഞാൽ 4 പ്രീമിയർ ലീഗ് ഗോളുകളാണ് സ്കോർ ചെയ്തത്, അതും 32 ഗെയിംസിൽ നിന്ന്. ബെഞ്ചമിൻ സെസ്കോ ആണെങ്കിൽ ഇതുവരെ 19 ഗെയിംസാണ് ഈ സീസണിൽ കളിച്ചിട്ടുള്ളത് പ്രീമിയർ ലീഗിൽ. അതിൻ്റെ അകത്ത് ഓൾറെഡി 5 ഗോൾസ് സ്കോർ ചെയ്തിരിക്കുകയാണ്. അപ്പം ഏകദേശം ഒരു 13 ഗെയിംസ് കുറവ് കളിച്ചിട്ട് ഹോയ്ലൻഡിനെയും കാട്ടി കൂടുതൽ ഗോൾസ് സ്കോർ ചെയ്തിരിക്കുന്നു. നമ്മൾ ബെഞ്ചമിൻ സെസ്കോനെ സ്കൗട്ട് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ സൈൻ ചെയ്തതിന് മുമ്പ് ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ്, ബെഞ്ചമിൻ സെസ്കോ ഹോയ്ലൻഡിനെ പോലുള്ള ഒരു പ്ലെയർ തന്നെയാണ്, പിന്നെ എന്തിനാണ് നമ്മൾ സെയിം ടൈപ്പുള്ളൊരു പ്ലെയറിനെ വാങ്ങിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ആക്ച്വലി ബെഞ്ചമിൻ സെസ്കോ ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. സോ ഹോയ്ലൻഡിനെ അപേക്ഷിച്ചിട്ട് ലൈക്ക് ടോട്ടൽ ഡിഫറെൻറ്റ് സ്കിൽ സെറ്റ്സും എഫിഷ്യൻസിയും ഇമ്പാക്റ്റും തരുന്നൊരു പ്ലെയർ തന്നെയാണ് ബെഞ്ചമിൻ സെസ്കോ. റാസ്മസ് ഹോയ്ലൻഡിൻ്റെ ഈ സീസണിലുള്ള ഈ സ്റ്റാറ്റ്സ് നമുക്കൊന്ന് നോക്കാം. അതായത് നാപ്പോളിക്ക് വേണ്ടിയിട്ട് സിരിയ ആൽ റാസ്മസ് ഹോയ്ലൻഡ് ഇതുവരെയ്ക്ക് നേടിയിട്ടിരിക്കുന്നത് പറഞ്ഞാൽ 6 ഗോളുകളാണ്. പിന്നെ സെസ്കോ നേടിയിരിക്കുന്നത് 19 കളികളിൽ നിന്ന് 5 ഗോളുകളും. അപ്പോൾ യുണൈറ്റഡ് വിട്ട് നാപ്പോളിയിലോട്ട് പോകുന്ന സമയത്ത് ഒത്തിരി ആൾക്കാർ പറഞ്ഞിരുന്നു, റാസ്മസ് ഹോയ്ലൻഡ് അവിടെ പോയിട്ട് നല്ല രീതിയിൽ ഗോൾ സ്കോറിങ് ഒരു ലെവലിലേക്ക് എത്തും. കാരണം അവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കെവിൻ ഡിബ്രോയനും പിന്നെ മെക്ടോമിനി പിന്നെ അതുപോലെ ടോപ്പ് പ്ലെയേഴ്സാണ് നാപ്പോളിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ സീസണിൽ നാപ്പോളി അവിടുത്തെ ചാമ്പ്യൻസ് ആയിരുന്നു. അപ്പോൾ ഒരു ചാമ്പ്യൻ ടീമിലേക്ക് ഹോയ്ലൻഡ് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഹി വിൽ ഡെഫിനറ്റ്ലി സ്കോർ ലൈക്ക് എന്താ പറയുക വെറൈറ്റി ഓഫ് ഗോൾസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഗോൾസ് സ്കോർ ചെയ്യുന്നു പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും സിരിയ ആൽ ഇതുവരെയ്ക്കും 6 ഗോൾസ് മാത്രമേ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ മാന്യൂന്ന് പോയിട്ട് വളരെയധികം ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആണോ കാഴ്ചവെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 2 സൈഡും ഉണ്ട്. ചില ആൾക്കാർ പറയും പെർഫോമൻസ് ഓക്കെയാണ്, ബെറ്റർ ആണെന്നുള്ള രീതിയിൽ. പക്ഷേ ചില ഇതിൽ ആംഗിളിൽ നോക്കി കഴിഞ്ഞാൽ ഈസ് നോട്ട് ഡൂയിങ് എനി ബെറ്റർ ദാൻ വെൻ ഹി വാസ് അറ്റ് യുണൈറ്റഡ്. പിന്നെ നമ്മൾ സിരിയ ആലിൽ നോക്കിക്കഴിഞ്ഞിരുന്നാൽ പ്രീമിയർ ലീഗുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞിരുന്നാൽ ദ പേസ് ആൻഡ് ഫിസിക്കാലിറ്റി ഓഫ് ദ ലീഗ് അത് പ്രീമിയർ ലീഗിൻ്റെ അത്രയും പോലും ഇല്ല. അവിടുത്തെ അത്രയും ഫിസിക്കലായിട്ടുള്ള ഗെയിമും കാര്യങ്ങളൊന്നും അല്ല അവിടെ ഉള്ളത്. അപ്പം കുറച്ചുകൂടെ ബെറ്ററായിട്ട്, പ്രത്യേകിച്ച് പ്രീമിയർ ലീഗ് കളിച്ചിട്ട് പോകുന്നൊരു പ്ലെയറിന് അവിടെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടതാണ്, കുറച്ചുകൂടെ ഗോൾസ് സ്കോർ ചെയ്യേണ്ട ഒരു ലെവലൊക്കെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഹോയ്ലൻഡിന് ആ ഒരു സെയിം ലെവൽ അല്ലെങ്കിൽ ഒരു ഇവിടെ കളിച്ചതിൻ്റെ ഒരു ലെവൽ ബെറ്റർ ആക്കിയിട്ട് അവിടെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കാത്തതൊരു കാഴ്ച തന്നെയാണ്. ആ സമയത്ത് സെസ്കോ ആണ് നാപ്പോളി പോയിരുന്നെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ സെസ്കോ വുഡ് ഡെഫിനറ്റ്ലി സ്കോർ മോർ ഗോൾസ് ദാൻ ഹോയ്ലൻഡ്. ഇപ്പം ഹോയ്ലൻഡ് 6 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ സെസ്കോ ഡെഫിനറ്റ്ലി ഒരു 10 ഗോളിൻ്റെ എബവ്, അതായത് സിരിയ ലീഗിൽ തന്നെ ഒരു 10 ഗോളിൻ്റെ എബവ് സെസ്കോ സ്കോർ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ബിക്കോസ് ഹീ ഈസ് ദാറ്റ് കൈൻഡ് ഓഫ് പ്ലെയർ. ഹോയ്ലൻഡ് യുണൈറ്റഡിൽ കളിച്ചുകൊണ്ടിരുന്നപ്പം പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് ഹോയ്ലൻഡിന് കറക്റ്റായിട്ടുള്ള സർവീസ് കിട്ടുന്നില്ല എന്നൊക്കെ. പക്ഷേ ഞാൻ പലപ്പോഴും കളി കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഹോയ്ലൻഡ് ഇപ്പം നമുക്ക് ഡെഫിനറ്റ്ലി ഇപ്പം സർവീസ് കിട്ടുന്നില്ല എന്നുള്ളൊരു ഫാക്റ്റ് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് സർവീസ് കിട്ടുന്നില്ല എന്നുള്ള കാര്യം നോക്കിക്കഴിഞ്ഞപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഹോയ്ലൻഡിൻ്റെ പൊസിഷനിങ്
അത് പ്രോപ്പർ അല്ല. ഒരു സ്ട്രൈക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോക്സിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ എന്താ പറയുക, ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഫോക്സിൻ്റെ ബോക്സ് എന്നുള്ള ഒരു ലെവലിലാണ് നിൽക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് ബോക്സിൽ എവിടെ കിട്ടിക്കഴിഞ്ഞാലും അടിച്ച് ഗോൾ കയറ്റേണ്ട ഒരു കുറുക്കനെ പോലെ കാത്ത് പതുങ്ങി നിൽക്കേണ്ട ഒരു വ്യക്തിയാണ് അവിടുത്തെ സ്ട്രൈക്കർ. പക്ഷേ പലപ്പോഴും ഹോയിലൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ പലപ്പോഴും ഔട്ട് ഓഫ് പൊസിഷനാണ്. ഇപ്പം ഒരു ബോൾ അവിടുന്ന് പാസ് ചെയ്യുന്ന സൈഡിൽ ഫ്ലാങ്സിൽ നിന്ന് ബോൾ പാസ് ചെയ്ത് വരുമ്പോൾ പലപ്പോഴും കറക്റ്റ് പൊസിഷനിൽ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ചിലപ്പോൾ രണ്ട് ഡിഫൻഡേഴ്സിൻ്റെ ഇടയ്ക്ക് സ്പേസ് ചെയ്ത് നിൽക്കുന്നത് കാണാം, അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ നിൽക്കുന്നത് കാണാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഡിഫൻഡേഴ്സിൽ നിന്ന് കുറച്ചൊന്ന് മാറി ആ ബോൾ റിസീവ് ചെയ്യുന്ന ഹോയിലൻഡിനെ അധികം കണ്ടിട്ടില്ല. അപ്പം അത് എനിക്ക് തോന്നുന്നു ഈ ഒരു പൊസിഷനിങ്ങിൻ്റെ പ്രോബ്ലമാണ്, ആ ഗെയിം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോബ്ലം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് സെസ്കോയുടെ കഴിഞ്ഞ ഗെയിമിൽ ഫുൾഹാമായിട്ടുള്ള ഗോൾ നോക്കി കഴിഞ്ഞിരുന്നാൽ ബ്രൂണോയുടെ ആ പാസ് വരുന്നത്, അപ്പം സെസ്കോയുടെ ഒരു ആൻറ്റിസിപ്പേഷൻ അവിടെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. 2 ഡിഫൻഡേഴ്സ് നിൽക്കുകയാണ്. അപ്പം ആ പാസ് വരുമ്പോൾ സെസ്കോന് മനസ്സിലാകുന്ന പറഞ്ഞാൽ ആ ഫ്രണ്ട് ഡിഫൻഡറിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആ പാസിന് അല്ലെങ്കിൽ കിട്ടാനായിട്ടുള്ള സാധ്യത കുറവാണ് എന്ന് വിചാരിക്കുന്ന സെസ്കോ ചെയ്യുന്ന പറഞ്ഞാൽ ആ ഫ്രണ്ടിലോട്ട് പോകുന്ന അത് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ചൊന്ന് ബാക്കിലേക്ക് വലിയുവാണ് ചെയ്തത്. സോ ദാറ്റ് ആ ഡിഫൻഡർ ഓടി ഫ്രണ്ടിലോട്ട് പോകുന്നു. അപ്പോൾ ആ ഡിഫൻഡറിൻ്റെ കൂടെ പോകാതെ ആ ഡിഫൻഡർ പോകുന്നത് കണ്ടിട്ട് ഒന്ന് പോസ് ചെയ്ത് ഒരു ഇച്ചിരി ബാക്കിലോട്ട് വലിക്കുകയാണ് ചെയ്തത്. അപ്പം ഡിഫൻഡർ പോകുന്നു, ഡിഫൻഡറിൻ്റെ ബാക്കിൽ കൂടെ ബോൾ വന്ന് കറക്റ്റായിട്ട് സെസ്കോനത് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം അത് ആക്ച്വലി ഒരു അവയർനെസ് ആണ്. അപ്പോൾ ഹോയിലൻഡ് പലപ്പോഴും കാണിക്കാതിരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പം ഹോയിലൻഡിനെ പലപ്പോഴും കണ്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഹോയിലൻഡും ആ ഡിഫൻഡറിൻ്റെ കൂടെ ഓടിപ്പോയിരുന്നതാണ്, ലൈക്ക് ഫ്രണ്ടിലോട്ട് ബോൾ വരും എന്നുള്ള രീതിയിൽ. പക്ഷേ ആ ആൻറ്റിസിപ്പേഷൻ കറക്റ്റായിട്ട് സെസ്കോനെ അവിടെ കാണിക്കാനായിട്ട് പറ്റി. അതുവഴി സെസ്കോ ആ ബ്യൂട്ടിഫുൾ ഗോൾ സ്കോർ ചെയ്യുകയാണ് അവിടെ ഉണ്ടായത്. പിന്നെ വേറൊരു കാര്യം ഞാൻ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഗോൾ കിക്ക് കിട്ടുന്നു. കഴിഞ്ഞ സീസണിലൊക്കെ ഒനാനയൊക്കെ കളിക്കുന്ന സമയത്ത് അവർ ഗോൾ കിക്ക് അവിടെ നിന്ന് പൊക്കി വിടുമ്പോൾ അത് റിസീവ് ചെയ്യുന്നത് ഹോയിലൻഡിനെന്ന് പറഞ്ഞാൽ ഡിഫൻഡേഴ്സ് ബാക്കിൽ, കാരണം വെൻ യു ഫേസ് ദ ഡിഫൻഡർ, ബോൾ നമ്മുടെ ഗോൾ കീപ്പർ അടിച്ചിട്ട് വരുന്നൊരു സിറ്റുവേഷനിൽ അത് കൺട്രോൾ ചെയ്യുന്ന ഒരു ഇതുണ്ട്. പക്ഷേ അവിടെ പലപ്പോഴും ബാക്കിൽ നിന്ന് ഡിഫൻഡർമാർ ബുള്ളി ചെയ്തിട്ട് എന്താ പറയുക, ഹോയിലൻഡിന് ആ ബോൾ നഷ്ടപ്പെടുന്നതാണ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ഈ ഹോൾഡപ്പ് പ്ലേയിൽ ഹോയിലൻഡ് അത്രയും എക്സലിങ് ആയിരുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം ഡിഫൻഡേഴ്സുമായിട്ടുള്ള എന്താ പറയുക, ആ ടിഫ് സംഭവിക്കുമ്പോൾ പലപ്പോഴും അവിടെ പരാജയപ്പെട്ടു പോവുകയാണ് ഹോയിലൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ സമയം സെസ്കോയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സെസ്കോ ആദ്യത്തെ കുറച്ച് ഗെയിംസിലൊക്കെ അത് ഒന്ന് പുറകോട്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് സെസ്കോയുടെ ഗെയിം ഇമ്പ്രൂവ് ആയി കഴിഞ്ഞതിന് ശേഷം കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡിഫൻഡേഴ്സുമായിട്ടുള്ള ആ ഒരു ടിഫിൽ നല്ല രീതിയിൽ കവർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ സ്ട്രെങ്ത് കാണിച്ചുകൊണ്ട് വരുന്ന ബോള് കൺട്രോളിൽ വരുത്തിക്കുകയും ആ ഹോൾഡപ്പ് പ്ലേ ഒക്കെ നല്ല രീതിയിൽ കീപ്പ് ചെയ്തിട്ട് കറക്റ്റ് നമ്മൾ ഓടി വരുന്ന നമ്മുടെ സൈഡ്, ഇപ്പം കുഞ്ഞയോ അല്ലെങ്കിൽ എംബൂമോ പോലുള്ള പ്ലെയേഴ്സിനെ ഈ ഗെയിമിലേക്ക് ഇൻവൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇയാളുടെ ഹോൾഡപ്പ് പ്ലേയിൽ പിടിച്ച് നിർത്തി അവർക്ക് ബോൾ പാസ് ചെയ്തിട്ട് പിന്നെ ഓടി സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് ഓടിപ്പോകുന്ന സെസ്കോനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വേറെ ഉദാഹരണമാണ് ചെൽസി ആയിട്ടുള്ള ഗെയിമിലും ഇപ്പോൾ കഴിഞ്ഞ ആർസണലായിട്ടുള്ള ഗെയിമിലും. ചെൽസി ആയിട്ടുള്ള ഗെയിമിൽ നമുക്കറിയാം ആ ഹെഡർ വിൻ ചെയ്യുന്നതിലൊക്കെ സെസ്കോ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ആക്കുന്നുണ്ട് നമ്മുടെ ടീമിൽ. അപ്പോൾ ആ ബോൾ വരുന്ന സമയത്ത് ഗോൾ കീപ്പറിൻ്റെ അടുത്ത് ബോൾ വരുന്ന സമയത്ത്, ഗോൾ കീപ്പറാണോ അതോ ഐ തിങ്ക് ഡിലിറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ആ വരുന്ന സമയത്ത് കറക്റ്റ് പ്രോപ്പർ ഹെഡ് കൊടുക്കുന്നു. എംബൂമോ ഫ്രണ്ടിൽ നിന്ന് ഓടി ബാക്കിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ റോബർട്ടോ സാഞ്ചസിൻ്റെ ആ ഫൗള് കിട്ടിയിട്ട് നമുക്ക് സാഞ്ചസിന് റെഡ് കാർഡ് കണ്ട് പുറത്ത് പോകുന്നത്. അപ്പോൾ അവിടെ കറക്റ്റായിട്ടുള്ള സെസ്കോയുടെ ഹെഡറിലാണ് ആ ബോള് എംബൂമോയ്ക്ക് മറിച്ച് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടുന്ന് ഗോൾ കിക്ക് വരുന്ന സമയത്ത് ആർസണലായിട്ടുള്ള ഗെയിമിലും കറക്റ്റ് സെസ്കോയുടെ ചെസ്റ്റിലാണ് വരുന്ന ബോൾ, അത്രയും ലോങ്ങിൽ നിന്ന് വരുന്ന ബോൾ ചെസ്റ്റിൽ അത് കൺട്രോൾ ചെയ്യുന്നു. പക്ഷേ കൺട്രോൾ അല്ലെങ്കിൽ പോലും ഫ്രണ്ടിലോട്ട് പോകുന്നു, പക്ഷേ നമ്മുടെ പ്ലെയറിൻ്റെ കയ്യിലോട്ട് ആ ബോൾ പോകുന്നു. അപ്പം അങ്ങനെ ഡിഫൻഡറിനുമായിട്ടുള്ള ആ ഒരു ടിഫ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സെസ്കോ അവിടെ വിജയിക്കുകയാണ് ചെയ്തത്. ആ ബോൾ കറക്റ്റായിട്ട് ചെസ്റ്റിലേക്ക് എത്തി അത് കൺട്രോൾ അല്ലെങ്കിൽ ചെസ്റ്റിൽ റിസീവ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. പക്ഷേ ആ സമയത്ത് ഹോയിലൻഡിന് സംഭവിക്കുന്ന പറഞ്ഞാൽ ഹോയിലൻഡ് ഡസ് നോട്ട് ഡൂ ദാറ്റ്. അങ്ങനത്തെ വരുന്ന സമയത്ത് ഓൾറെഡി ഡിഫൻഡറുമായിട്ടുള്ള മത്പിടുത്തത്തിൽ ആ ബോൾ നഷ്ടപ്പെടുത്തി പോകുന്നതായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ സെസ്കോ ഈസ് ചേഞ്ചിങ് ദറ്റ് ഗെയിം എ ബിറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടുപേരും രണ്ട് രീതിയിലുള്ള പ്ലെയേഴ്സാണ്. അപ്പം സെസ്കോ തരുന്ന എഫിഷ്യൻസിയും ഇമ്പാക്റ്റും മച്ച് ഹയർ ദാൻ വാട്ട് ഹോയിലൻഡ് പ്രൊവൈഡ്സ്. പിന്നെ ഫുൾഹാമുമായിട്ടുള്ള ഗെയിമിൽ നമ്മൾ കണ്ടു, അതിൻ്റെ അകത്ത്
ഇഞ്ചുറി ടൈമിൽ ഫെർഗി ടൈമിൽ ആ ഒരു ഗോൾ സ്കോർ ചെയ്ത സെസ്കോ. അപ്പോൾ ഇങ്ങനത്തെ ഗോള് അതും ഫൈനൽ മിനിറ്റ്സിൽ ഒരു യങ് പ്ലെയർ സ്കോർ ചെയ്യുമ്പോൾ ആ പ്ലെയറിൻ്റെ കോൺഫിഡൻസ് ഏത് ലെവലിൽ ഇമ്പ്രൂവ് ആകും എന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ ഈ ഒരു ഗോള് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ സെസ്കോ ഇനി അങ്ങോട്ടേക്കുള്ള നമുക്ക് കുറച്ച് ഗെയിംസ് ഉണ്ട്, 15 ഗെയിംസ് ബാക്കിയുണ്ട്. അപ്പം ഈ ഗോളിൽ നിന്നും കിട്ടിയിട്ടുള്ളൊരു ഊർജം ഡെഫിനറ്റ്ലി സെസ്കോനെ നെക്സ്റ്റ് 15 ഗെയിംസിൽ എന്ന് പറഞ്ഞാൽ പമ്പ് ചെയ്യിപ്പിക്കും എന്നുള്ളതിൽ ഒരു തർക്കമില്ല. ഐ ഡെഫിനറ്റ്ലി ഫീൽ, എനിക്കത് വളരെയധികം ഇതായിട്ട് തോന്നുന്നൊരു കാര്യമാണ്. ഹീ ഈസ് ഗോയിങ് ടു ത്രൈവ്. ഇനി അങ്ങോട്ടേക്കുള്ള സീസണിൽ സെസ്കോ എന്നുള്ള പ്ലെയർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ കാണാനിരിക്കുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു 10 ഇയേഴ്സ് ഒക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആക്രമണത്തിന് കുന്തമുനയായിട്ട് തന്നെ സെസ്കോ മുമ്പിൽ കാണും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ബിക്കോസ് എന്താ പറയുക, ഹീ ഹാസ് ദാറ്റ് ആ ഒരു യങ് പ്ലെയറിൻ്റെ ഫ്ലെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വേറൊരു ലീഗിൽ നിന്ന് മാറി ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഇടയ്ക്ക് വെച്ച് ആ പരിക്ക് വന്നതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് സെസ്കോ ഡെഫിനറ്റ്ലി ഒരു മാസീവ് പ്ലെയർ, ബിഗ് ഗെയിം പ്ലെയർ ആയിട്ട് മാറും എന്നുള്ളതിലൊരു എന്താ പറയുക, ഒരു സംശയമില്ല. പിന്നെ നമ്മൾ സെസ്കോയുടെയൊക്കെ ഞാൻ ഇന്നലെ സെസ്കോ കുറച്ച് ഗോൾസ്, ബെസ്റ്റ് 5 സെസ്കോ ഗോൾസ് ഞാൻ ഇരുന്ന് കാണുമായിരുന്നു. ജർമ്മൻ ലീഗിൽ അടിച്ചിട്ടുള്ള ഗോൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഹെവി ബുള്ളറ്റ് ഷോട്ടുകളിലൊക്കെ സെസ്കോ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനത് കാണുമായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഗോള് പ്രത്യേകിച്ച് നമ്മുടെ ഓൾഡ് ട്രാഫേർഡിലെ കണക്കത്തുള്ള ബുള്ളറ്റ് ഷോട്ട്സ്, നമ്മൾ ഡോർഗു അടിച്ച ഗോൾ പോലത്തുള്ള ഗോളുകളൊക്കെ സെസ്കോയുടെ ബൂട്ടിൽ നിന്നും വരുവാണെങ്കിൽ ഓൾഡ് ട്രാഫേർഡ് നിന്ന് കത്തും. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾസാണ് സെസ്കോ സ്കോർ ചെയ്തിട്ടുള്ളത് ജർമ്മൻ ലീഗിൽ. സോ എൻ്റെ അഭിപ്രായത്തിൽ ഡെഫിനറ്റ്ലി സെസ്കോ ഹാസ് ഗോട്ട് എ ബിഗർ ഓർ എ ഹയർ സീലിംഗ് ദാൻ റാസ്മസ് ഹോയ്ലൻഡ്. പല ഫാക്ടേഴ്സ് ഉണ്ട്, ഞാനീ പറഞ്ഞതൊക്കെ കുറച്ച് ഫാക്ടേഴ്സാണ്. പിന്നെ അതല്ലാതെയാണെങ്കിൽ നമുക്ക് ഒരു പ്ലെയറിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഗെയിം കാണുമ്പോൾ ഉള്ള കുറേ ഫീലിംഗ് കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു നിഗമനത്തിൽ എത്തിയിട്ടുള്ളത്. ആൻഡ് ഹോയ്ലൻഡ് ഹീസ് ഓൾസോ ലൈക്ക് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. മേ ബി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഹീ വുഡ് ഡെഫിനറ്റ്ലി ലിവ് അപ്പ് ടു ദി എക്സ്പെക്റ്റേഷൻസ്, ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഡെഫിനറ്റ്ലി നമുക്ക് വേണ്ടി കളിച്ചൊരു പ്ലെയറാണ്. ആൻഡ് വി വിഷ് ഹിം ഓൾ ദി ബെസ്റ്റ്. ഇനിയിപ്പോൾ അടുത്ത സീസണിൽ നാപ്പോളിയുടെ പെർമനൻറ്റ് പ്ലെയറായി മാറും എന്നുള്ളതാണ് അറിയുന്നത്. ആൻഡ് ദേ വുഡ് മേക്ക് ദറ്റ് ലോൺ മൂവ് പെർമനൻറ്റ്, അങ്ങനെയാണ് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. സോ ബെസ്റ്റ് ഓഫ് ലക്ക് ടു റാസ്മസ് ഹോയ്ലൻഡ്. ആൻഡ് സെസ്കോ നമ്മുടെ ടീമിൽ മുതൽക്കൂട്ടായി വർഷങ്ങളോളം, ഒരു 10 വർഷത്തിൽ കൂടുതലൊക്കെ നമ്മുടെ സ്ട്രൈക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലൊരു മെയിൻ താരമായി തന്നെ നിൽക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. സോ നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത്? നിങ്ങൾ സെസ്കോ ആണ് ബെറ്റർ പ്ലെയർ എന്നാണോ പറയുന്നത്, അതോ റാസ്മസ് ഹോയ്ലൻഡ് ആണോ നമുക്ക് യോജിച്ച പ്ലെയർ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു, സോ ദാറ്റ് ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിപ്പെടാനായിട്ട് സഹായിക്കും. ഓക്കെ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.